രാജസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തെ വിമർശിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഭിന്നിപ്പിന്റെ പ്രസ്താവനകൾ നേതാക്കൾ അവസാനിപ്പിക്കണം. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ വർഗീയതയെ ആയുധമാക്കരുത്. മുസ്ലിം സമുദായത്തെ വേദനിപ്പിച്ച പ്രസ്താവന തിരുത്താൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം? ഡോക്ടർ ഉന്മേഷ്, രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെയുള്ള ഒരു വിവാദ പ്രസ്താവനയാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്ക് നൽകും എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശം. രാജ്യത്തെ ജനങ്ങളുടെ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും അതുപോലെ തന്നെ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും വീതിച്ചു നൽകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു. തുടർന്ന് ഇന്ത്യ മുന്നണി അത് വലിയ ഒരു രാഷ്ട്രീയ വിവാദമാക്കി. ഒപ്പം തന്നെ കോൺഗ്രസും അതുപോലെ CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നും വർഗീയ പരാമർശമാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ കോടതിയെയും സമീപിക്കുന്ന ഘട്ടമുണ്ടായത്. കൂടാതെ സന്നദ്ധ സംഘടനകളും ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണത്തിന് വാക്കം കൂട്ടുന്നതാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഗ്രാം മുഫ്തി AP അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന വരികയും ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറാൻ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയും, പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന് ശേഷവും ആളുകൾക്ക് ഇടയിൽ നിലനിൽക്കുകയും അത് വലിയ ഒരു മുറിവായി മാറും. ജാതിക്കും മതത്തിനും അപ്പുറം ഇന്ത്യ എന്നുള്ള ആ ഒരു രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിനകത്തുള്ള ഓരോ ജനങ്ങൾക്കും ഉള്ള കെട്ടുറപ്പിനെയും അത് ബാധിക്കും. വലിയ പ്രത്യാഘാതങ്ങൾക്ക്, വർഗീയ സംഘർഷങ്ങൾക്കൊക്കെ ഇടയാക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രചാരണ പരിപാടികൾക്ക് ആരും മുതിരരുത്. ഈ മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പിൻവലിക്കണം എന്നുള്ള ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ശരി സമീർ, ഏതായാലും അത്തരം ഒരു ആവശ്യമാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.